ഒരു ഷുഗർ കട്ടേ. അതെ താനോ സാർ, കലൂർ ദേവീക്ഷേത്രത്തിന്റെ അടുത്താണ് എൻ്റെ വീട്. ഞാൻ അവിടുന്ന് രാവിലെ ഇറങ്ങി സ്റ്റേഡിയത്തിലേക്ക് നടക്കുമ്പോൾ ഇയാൾ എൻ്റെ പിന്നാലെ ഉണ്ടാവും. അവിടുന്ന് നേരെ മെട്രോ കയറാൻ MG റോഡിലേക്ക് മെട്രോ കയറാൻ അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ അവിടെ ഉണ്ടാവും ഇയാൾ. എന്നിട്ട് പഴം പുഴുങ്ങി ഒരു ചിരിയും ചിരിക്കും. പിന്നെ MG റോഡിൽ നിന്ന് നേരെ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് നടക്കുന്നത്. അപ്പോഴും ഇയാൾ ബാക്കിലുണ്ടാവും. ഓഫീസിൽ എത്തിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇയാൾ ഉണ്ടാവില്ല. ഇല്ല സാർ, ഇത് തന്നെ വൈകുന്നേരം റിപ്പീറ്റ്. ഓഫീസിൽ നിന്ന് നേരെ മെട്രോയിലേക്ക് അവിടെ ഇയാൾ പുറകിലുണ്ടാവും. മെട്രോയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാവും. പക്ഷെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇയാൾ ഉണ്ടാവില്ല. സാർ, ഇയാൾ ഭയങ്കര സ്റ്റോക്കിംഗ് ആണ് സാർ, ഫോളോയിങ് ആണ്. ഇയാൾക്കെതിരെ ആക്ഷൻ എടുത്തേ പറ്റൂ. സാറേ അതെന്താ എവിടെ പറഞ്ഞു പോണതൊക്കെ കൂടെ സ്റ്റോക്കിങ്? നിക്ക് ഈ പെങ്കൊച്ച് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? സത്യം ഉണ്ടോന്ന് ചോദിച്ചാൽ സാറേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാല് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? ഈ പെങ്കൊച്ച് പറഞ്ഞതിൽ സത്യമുണ്ടോ ഇല്ലയോ? CCTV മുഴുവൻ നീ എന്നെ കൊണ്ട് നോക്കിപ്പിക്കരുത് സാറേ. CCTV ഒന്നും എടുത്ത് നോക്കണ്ട, പറഞ്ഞത് ശരിയാണ്. പക്ഷെ എന്റെ ഇന്റൻഷൻ വേറെയാണ് ആക്ച്വലി. എന്താടാ സാർ, ഇയാൾ ഓൾറെഡി നേരത്തെ സമ്മതിച്ചതാണല്ലോ. ഇനി ഞാൻ സ്റ്റേഷനിലേക്ക് വരണോ? എന്റെ പൊന്നെ, അവിടെ നിക്ക്. എല്ലാരും സ്റ്റേഷനിലേക്ക് എടുക്കല്ലേ, നമുക്ക് ഇവിടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാം. എന്താടാ പ്രശ്നം? സാർ ഒരു മിനിറ്റ് സാറേ. സാർ എന്ത് തീരുമാനം എടുത്താലും ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുക്കരുത്. എന്താണ് സാർ, ഒരാൾ പെട്ടെന്നൊരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിലിടുവോ? ഇടും. എടാ, ഈ പെങ്കൊച്ചിന്റെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ ജയിലിലിടും. എന്താണ് സാറേ? നീ ഒരു മിനിറ്റ് മാറിയെന്ന്. മാഡം ഒരു മിനിറ്റ്. സാർ, ഇതിനിപ്പോ മാഡം ഒരു മിനിറ്റ്. ഒരാൾ തെറ്റ് സമ്മതിച്ച് പ്രായശ്ചിത്തം ചെയ്ത് നന്നാവുന്നതാണോ നല്ലത്, അതോ കുറ്റം ആരോപിക്കപ്പെട്ട അയാൾ വീണ്ടും ആ കുറ്റം തെളിയിച്ചിട്ടുണ്ടോ എന്ന് എന്നെ പോലുള്ളവർ അന്വേഷിച്ച് നടന്ന് അത് സമ്മതിപ്പിച്ച് അയാളെ ശിക്ഷ കിട്ടുന്നോടം വരെ കാത്തിരിപ്പിക്കുന്നതാണോ നല്ലത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അയാൾ ഇനി ഇത് ആവർത്തിക്കരുത്. അയാൾ ഒരു സോറി പറഞ്ഞ ഈ പ്രശ്നം തീരുമോ? സോറി മാത്രം പറഞ്ഞാൽ പോരാ, ഇനി അത് ആരോടും ഇനി അയാൾ ചെയ്യാൻ പാടില്ല. എന്നോട് നല്ല ഒരു പെണ്ണിനോടും വഴിയുണ്ടാക്കാം. താൻ ചെന്നൊരു സോറി പറ. ഞാൻ എന്തിനാണ് സാർ സോറി പറയണത്? താൻ സോറി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ പ്രശ്നം തീരും. താൻ ചെന്നൊരു സോറി പറ. എന്താ സോറി? എടാ, ഒരു സോറി പറയടാ. ഞാനൊക്കെ എന്തായാലും വീട്ടിൽ സോറി പറഞ്ഞിട്ടുണ്ട്. പ്രശ്നം തീർക്ക്. സത്യം എന്ന് പറയുന്ന ഒരു സാധനമില്ല. സോറി. അത് ഞാൻ പറഞ്ഞ ചായ. താൻ പറഞ്ഞ ചായ? ഒന്ന് പോടും. ഇതെന്താ ഇവിടെയും വന്നത്? എടോ, ഞാൻ പറഞ്ഞ ചായ അതെന്ന്. ഞാൻ പോലീസിനെ വിളിക്കുന്നു. പോലീസിനെ വിളിക്കും. ഞാൻ ഈ ചായ കുടിച്ചതിന്റെ പേര് താൻ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കും. നിക്ക്. താൻ എന്തിനാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത് പോലീസ് സ്റ്റേഷനിലേക്ക് പോണത്? കഷ്ടമാണിത്. എനിക്ക് പൊതുവെ ആണുങ്ങളെ വിശ്വാസമില്ല. താൻ കുറച്ചു നേരം പെണ്ണായിട്ട് കാണും. ഇത് ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. കേൾക്കാനുള്ള മൈൻഡാണ്. താൻ പറഞ്ഞത് ശരിയാണ്. കരൂരുള്ള ഭഗവതി ക്ഷേത്രത്തിൽ താൻ ഇറങ്ങി നടക്കാൻ നേരത്ത് പുറകിൽ ഞാൻ ഉണ്ടാവാറുണ്ട്. അവിടെ നിന്ന് മെട്രോ പിടിച്ച് താൻ എൻ്റെ ഓഫീസിലേക്ക് പോകുമ്പോൾ മെട്രോയുടെ അകത്ത് ഞാൻ ഉണ്ടാവാറുണ്ട്. തന്നെ നോക്കി ചിരിച്ചും കാണിക്കാറുണ്ട്. പിന്നെ താൻ ആ മെട്രോയുടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് MG റോഡ് വഴി തൻ്റെ ഓഫീസിലേക്ക് കിടക്കുമ്പോൾ പുറകിൽ ഞാൻ ഉണ്ടാവാറുണ്ടോ? കേക്ക്. താൻ നടന്ന് കയറി ചെല്ലുന്ന ഓഫീസിൻ്റെ അവിടെ ചെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ കാണാറില്ല. കാരണം എന്താ? ഞാൻ താനും ഓരോ ഓഫീസിൻ്റെ ഓരോ ബിൽഡിങ്ങിൽ തന്നെ പണിയെടുക്കണത്. ഓഫീസ് മാറ്റാൻ പറയട്ടെ, എൻ്റെ അല്ല. ഇനി വിശ്വാസം വന്നില്ലെങ്കിൽ ID കാർഡ്. അതിപ്പോ എല്ലാ ദിവസവും ഒരാളെ തന്നെ പുറകെ കാണുമ്പോ ആരാണെങ്കിലും. എവിടെ സ്ഥലം? മണർകാടല്ല, ഇത് കൊച്ചിയാണ്. ഇവിടെ അവനവൻ്റെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല. അപ്പോഴാ സോറി. സോറിയാ? പെണ്ണുങ്ങളെ സോറിയൊക്കെ പറയാൻ തുടങ്ങിയ? എല്ലാവരുടെയും കാര്യമൊന്നും എനിക്ക് അറിഞ്ഞോളൂ. എൻ്റെ ഭാഗത്ത് തെറ്റണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ സോറി പറയാം. ചായ തണുത്ത് പോയി. ചായ ഒരെണ്ണം പറയണം. ഷുഗർ കട്ട്. ഷുഗർ കട്ട്. ചേട്ടാ 2 ചായ ഷുഗർ കട്ടാണേ.
കുറേ നാളായ ഷുഗർ ടോളറൻറ്റ്. ഏയ് ഞാനിപ്പോൾ ഒരു 6 മാസമായിട്ടുള്ളൂ. ആക്ച്വലി ഈ കാര്യം എന്താ പറയാമെന്ന്? അല്ല പറഞ്ഞോ. ഇല്ല, എന്തോ പറയാമെന്നായിരുന്നു. പറ. പറഞ്ഞു കുഴപ്പമില്ല. അത് ശരിക്കും ഇപ്പോൾ ഒരു 7-8 മാസം മുന്നേ വരെ ഞാൻ നല്ല തടിച്ചിട്ടായിരുന്നു. അപ്പോൾ കുറേ കുടുംബക്കാരുടെ അടുത്തുനിന്നും ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നൊക്കെ ബോഡി ഷേമിങ് ഒക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഒരു വാശിക്ക് അങ്ങനെ ഷുഗർ കട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇതാ എൻ്റെ പഴയ ഫോട്ടോ. വേറെ ഒരാളെ പോലെ. എന്നിട്ട് ഇപ്പൊ എങ്ങനെ കല്യാണാലോചനയൊക്കെ വരാറുണ്ടോ? അത് അല്ല, സാം പേഴ്സണൽ കാര്യം പറയണമെന്നില്ല, ചോദിച്ചെന്നുള്ളൂ. കുഴപ്പമില്ല. അല്ല, അത് കുഴപ്പമില്ല. ശരിക്കും ഞാൻ നേരത്തെ ഒരു കല്യാണം കഴിച്ചതാണ്. എൻ്റെ ഇഷ്ടത്തിന് വീട്ടുകാരെയൊക്കെ ഞാൻ സെറ്റാക്കി. പക്ഷേ കല്യാണത്തിന് ശേഷം ഫിസിക്കലി ഭയങ്കര ഉപദ്രവവും ഒത്തിരി സഹിച്ചു ഞാൻ. എന്നിട്ട് അവൻ്റെ വൈഫൊക്കെ എന്നെ തല്ലാനൊക്കെ വന്ന്. വൈഫാ? ആള് കല്യാണം കഴിഞ്ഞാന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ കുറെ ഇൻസൾട്ടൊക്കെ സഹിച്ച് ബോഡി ഷേമിങ് കിട്ടിയപ്പം ഷുഗർ കട്ടും എടുത്ത് ഇപ്പൊ സെറ്റായി. താൻ എന്തിനാ ഷുഗർ കട്ട് എടുത്ത്? ഞാൻ ബോഡി ആവാണ്ടിരിക്കാനാണ് ഷുഗർ കട്ട് എടുത്തത്. എൻ്റെ അമ്മച്ചി. എൻ്റെ 2 ഫ്രണ്ട്സ് മരിച്ചുപോയി. എന്തുപറ്റി? ഒരാൾക്ക് കാർഡിയാക് അറസ്റ്റ്, പിന്നെ ഒരു ലിവർ ഇഷ്യൂ. അപ്പൊ ഇയാൾക്ക് എത്ര വയസ്സുണ്ട്? 36. അവർക്ക് 36. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ? എന്ത് ചെറിയ പ്രായത്തിൽ? ഇപ്പം 30 വയസ്സായ കളവനാ. പെട്ടെന്നായതുകൊണ്ടേ ഒന്ന് ഷോക്കായിപ്പോയി. പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴാണല്ലോ നമ്മളെ തന്നെ ഒന്ന് ആലോചിക്കുന്നത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ ഷുഗർ, കൊളസ്ട്രോള്, ഫാറ്റി ലിവർ അങ്ങനെ ഇല്ലാത്തൊന്നുമില്ല. എന്നാൽ പിന്നെ നന്നേക്കാന്ന് വിചാരിച്ചിട്ട് എൻ്റെ ആദ്യപടിയായിട്ട് ഷുഗർ അങ്ങോട്ട് കട്ട് ചെയ്തു. എന്തായാലും ഹെൽത്ത് നല്ലോണം ശ്രദ്ധിക്കും, അല്ലെ ഫാമിലിക്ക് പ്രശ്നമാവും. ഫാമിലി ഉള്ളവർ നോക്കിയാൽ പോരായിരുന്നു. അപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ലേ? അതെന്താ? ഞാൻ മാത്രം വിചാരിച്ചാൽ മതിയോ? ഫാമിലിയിൽ ഇഷ്യൂസ് ആണോ അല്ലേ? എൻ്റെ വീട്ടിലുണ്ട് 2. ബുധനും ശുക്രനും ഒക്കെ നോക്കി ബാക്കിയുള്ള എൻ്റെ ലൈഫെല്ലാം കളയും. അല്ല, താനൊന്നും ഓഫീസിൽ കയറുന്നില്ലേ? ലേറ്റ് ആയതുകൊണ്ടേ HR പറഞ്ഞ് ഹാഫ് ഡേ കട്ട് ചെയ്തു. എന്നാൽ പിന്നെ ഫുൾ ഡേ കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ പറഞ്ഞു. താൻ കയറണില്ലേ ഓഫീസിൽ? തൻ്റെ ഓഫീസിൽ മാത്രമല്ല, എൻ്റെ ഓഫീസിലും പഞ്ചിങ് മെഷീനാണ്. ഓ ഭാഗ്യം. ഈ ഒരു കാര്യത്തിലെങ്കിലും ഒരു ഒത്തൊരുമ ഉണ്ടല്ലോ. ജൂൺ മാസമായി. സ്കൂൾ തുറക്കുന്ന ടൈമൊക്കെ ഓർമ്മ വരുന്നു. പുതിയ ബാഗ്, പുതിയ ഡ്രസ്സ്. ആ പുതിയ പുസ്തകം തുറക്കുമ്പം ഒരു സ്മെല്ല് വരും. സ്മെല്ല് ഇങ്ങനെ അടിക്കുമ്പോൾ പുറത്ത് മഴ, അല്ലേ? പിന്നെ അറ്റൻഡൻസ് വിളിക്കും. സ്ഥിതി കേസ് പ്രസന്റ് ടീച്ചർ. പറഞ്ഞ പോലെ ഞാൻ പേര് ചോദിച്ചില്ലായിരുന്നല്ലേ? സ്ഥിതി എന്ന പേര്? സ്ഥിതി നല്ല പേര്. ഞാൻ അങ്ങനത്തെ പേരധികം കേട്ടിട്ടില്ല. നൈസ് നെയിം. സ്ഥിതിക്ക് സൃഷ്ടി എന്ന് പറഞ്ഞ പെങ്ങള് വല്ലതും ഉണ്ടോ? ചെറുപ്പ ക്ലാസ് മുതലേ ഞാൻ കേൾക്കുന്നതായി വളി. ചേച്ചിയുണ്ട്, സൃഷ്ടി നല്ല പേര്, സുസ്മിത. അല്ല, തനിക്ക് ഈ പേരാരാ ഇട്ടത്? ഒരു ഓൾഡ് ടൈപ്പ് പേര്, രഘുവരൻ. എനിക്ക് അങ്ങനെ ഒരു ആക്ടർ ഇല്ലേ, ജാരടി നീ മോഹിനി സിനിമയില? പുള്ളി യാരടി നീ മോഹിനി മാത്രമല്ല, വേറെ കുറെ ക്ലാസിക് പടമൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ല, എന്താണ് അങ്ങനെ ഒരു പേരിട്ടെ? അച്ഛനിട്ട പേരാ? അച്ഛൻ ഒരു രഘുവരൻ ഫാനാന്ന് തോന്നുന്നു. എങ്ങനെ ഇത്ര കറക്റ്റായിട്ട് ഗസ് ചെയ്യാൻ പറ്റുന്നത്? ഉണ്ടാ, ഞാനിട്ട പേര് അത്. നല്ലൊരു പേരിലാന്ന് തോന്നിയപ്പോ ഞാൻ തന്നെ ഇട്ട പേരാണ് രഘുവരൻ. അതെങ്ങനെയാ? എനിക്ക് മനസ്സിലായില്ല. എന്റെ അച്ഛനും അമ്മ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടു. അവരിവിടെ ഇല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ പറയുന്നത്. എന്നുവെച്ചാ അവര് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോന്ന് അറിയാൻ പാടില്ല. എന്താ പറയുന്നത് മനസ്സിലായില്ല. എന്താ
സ്ഥിതി എപ്പോഴെങ്കിലും സ്ഥിതിയുടെ ലൈഫിൽ ഓർഫൻ എന്ന് പറയുന്ന ഒരു ഐറ്റത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ കണ്ടോ, ആ ഐറ്റം ഞാനാണ്. സോറി. ദൈവത്തെ ഓർത്ത് വയലിൻ വായിക്കല്ലേ, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ്. എടോ, ഈ ഓർഫനായിട്ടിരിക്കുക, അനാഥനായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല പരിപാടിയാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് പാരൻസിനെ കൊണ്ടുള്ള പ്രഷർ പോലെ നിങ്ങൾക്ക് അങ്ങനെ പ്രഷർ ഉണ്ടോ? ജോലി മേടിക്കണമെന്നോ മറ്റു പഠിക്കണമെന്നോ ഒരു വീട് ലോണൊക്കെ എടുത്ത് എടുക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. പിന്നെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിൻ്റെ ഒരു റിയാലിറ്റി പഠിക്കാൻ പറ്റി. ഒരു നല്ല ഭക്ഷണം മേടിക്കണമെങ്കിൽ പൈസ വേണം, ഒരു ഉടുപ്പ് എടുക്കണമെങ്കിൽ പൈസ വേണം, എവിടെയെങ്കിലും കയറി കിടക്കണമെങ്കിൽ പൈസ വേണം, ബാക്കിയൊക്കെ സബ്സിഡി പറ്റും. പക്ഷെ പേരന്റിങ് ഇല്ലാത്ത പിന്നെ അങ്ങോട്ട് ചിന്തിക്കാൻ കൂടി വയ്യ. എന്നാലും വേറൊരു കാര്യമുണ്ടോ? എന്താ? നമുക്ക് വേണ്ടിയിട്ട് ചോദിക്കാനും പറയാനും ഈ ലോകത്തൊരു പട്ടിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ, അതൊരു മോശം ഫീലിങ്സ് ആണ്. എല്ലാരും ഉണ്ടായിട്ടും ആരും ഇല്ലാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, അതും ഭയങ്കര പെയിൻഫുൾ. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ആ, ഇതെന്താ ഈ ചപ്പാത്തിയുടെ കൂടെ ഉരുട്ട് കഴിക്കോ? ഇത്തിരി ചോറ് കഴിക്കും. അല്ല വേണ്ട. ഇത് മാർക്കും കൂടെ ചോറ്, മീൻകറി, ചമ്മന്തി, അച്ചാറൊക്കെ ഉണ്ട്, എടുത്ത് കഴിച്ചു. വല്ലപ്പോഴും കഴിച്ചിട്ടൊക്കെ നല്ല ഭക്ഷണം കഴിച്ചിട്ട് മരിക്കട്ടെ അങ്ങനെ കേട്ടാ. അയ്യോ, മറന്നുപോയി, സോറി. സാരമില്ല, കുറെ നാൾ കൂടി കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഈ പഴം കഴിച്ചോളാം. പകുതി കഴിച്ച എന്താണ് ഈ പരിപാടി? എന്ത് പരിപാടി? ഇങ്ങനെയൊക്കെ പോണം. വെച്ചല്ലോ എന്താ ഉണ്ടാക്കി കഴിക്കണം. വീക്കെൻഡല്ലേ? ഓ, വെള്ളോടി ഉണ്ടാന്നാണ് ഉദ്ദേശിച്ചേ? എന്റെ 2-3 കൂട്ടുകാരുണ്ടേ, അമ്മമാരെ ഭാര്യമാരൊന്ന് പുറത്തിറക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പണി പാളും. അല്ലെങ്കിൽ ഉണ്ടാവാൻ ചാൻസ് ഒന്നുമില്ല. മന്ദന്റെ അല്ലേ, പൈസ ഒന്നും ഇല്ല ആരുടെയും കയ്യിൽ. എന്റെ ലൈഫ് ഭയങ്കര ബോറാണോ, ഡെയിലി റൊട്ടീനൊക്കെ. എന്തൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. എന്തെങ്കിലും കഴിക്കണം, കിടന്നുറങ്ങണം, നാളെ ഓഫീസിൽ രാവിലെ എഴുന്നേറ്റ് പോകണം, തിരിച്ചു വരണം, പിന്നെയും പണിക്ക് പോകണം. ഇതന്നെ. ഇന്നലൊക്കെ എന്നെ മിസ് ചെയ്തല്ലോ. അല്ല, എന്റെ കാര്യം ആ ശരിയാ, ഇന്നൊരു ദിവസമാണ് ഡെയിലി റൊട്ടീൻ അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം നടന്നു. അപ്പോ ഇനി എന്താ ഭാവിയിൽ പരിപാടി? കല്യാണം ഒന്നും കഴിച്ച് ഫാമിലി സെറ്റ് ആവുന്നില്ല? നല്ല ആഗ്രഹമുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ട്രോമ ഉണ്ടാക്കുന്ന ഒരു ഡേ ഉണ്ടെന്ന് അറിയുന്നത് പാരൻസ് ഡേ. എനിക്ക് ഈ പറഞ്ഞ വകുപ്പില്ലല്ലോ. ഇവിടെ ചോദിക്കാനും പറയാനും ആൾക്കാരുള്ളവർക്ക് തന്നെ പെണ്ണ് കിട്ടാനുള്ള. പിന്നെ എൻ്റെ കാര്യം നോക്കുന്നു. നന്നായിട്ട് പഠിച്ചൊരു ജോലിയൊക്കെ സെറ്റായാലും ഒരാൾ സെറ്റാവുമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും ആയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കല്യാണം കഴിഞ്ഞിട്ട് ഒരു പെണ്ണ് കെട്ടിക്കൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നാത്തും പോരില്ല, അമ്മായി അമ്മ പോരില്ല, എന്നിട്ട് പോലെ ഒരു പെണ്ണ് എനിക്ക് കിട്ടണുള്ള കൂനിമേ കൂലി പോലെ ഇപ്പൊ കഷണ്ടി. എനിക്ക് ഇനി വലിയ ഹോപ്പൊന്നും ഇല്ല, ഇങ്ങനെയൊക്കെ തന്നെ പോവായിരിക്കും. ഹാർട്ട് അറ്റാക്ക് വന്നു മരിക്കാണ്ടിരുന്ന അത്രയും നല്ലത്. ഞാൻ നാളെ വൈകിട്ട് നാട്ടിലേക്ക് പോകും.
ഓ വീക്കെൻഡ് പരിപാടീസ് നടക്കട്ടെ. അത് മാത്രല്ല, ഉം. നാളെ പെണ്ണ വരാൻ തുടങ്ങി. നല്ല കാര്യമല്ലേ, സെറ്റ് ആവട്ടെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ആലോചനയിൽ. എന്തോ ഇപ്പം അത് പറഞ്ഞതിന് ശേഷം മനസ്സിനെന്തൊരു വിഷമം പോലെ. ഈ നഗരത്തിനെയും ഇവിടുത്തെ ഈ തിരക്കൊക്കെ ഞാൻ ഒന്ന് ഇഷ്ടപ്പെട്ട് വരുമായിരുന്നു. എനിക്ക് വേണ്ടി ജീവിച്ച് തുടങ്ങിയത് തന്നെ വിവാഹത്തിന് ശേഷം. എനിക്കറിയില്ല എന്താ പറയേണ്ടത്. രഘുവിനോടൊന്നും പറയണ്ടോ? ഇല്ല. ഒന്നും പറയാല്ലേ? ഞാൻ നാട്ടിൽ പോകാൻ വേണോ? വീട്ടിലാണ്. ഇന്നത്തെ ഡേ എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഡേ ആയിരുന്നു. സിദ്ദിഖ് എന്നെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞത് സത്യമാണോ നുണയാണോ എന്ന് വിശ്വസിക്കേണ്ട കാര്യം തനിക്കില്ല. തനക്കകത്തൊരു കുടുംബമുണ്ട്, എനിക്കതില്ല. താൻ പോകാൻ നോക്കൂ. ഞാൻ ഈ ദിവസം മറക്കൂല. താങ്ക് യു.